ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 1-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം സംഖ്യാപുസ്തകം 31-ാമത്തെ അധ്യായം ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അധ്യായത്തിൽ ബിലെയാം എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു വ്യാജ പ്രവാചകൻ്റെ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പണക്കൊതിയനായ ബിലെയാമിന് പറ്റിയതായിരിക്കുന്ന അക്കടി ഓർത്താൽ കരച്ചിലും വരും, ചിരിയും വരും. കാരണം അവന് വന്ന ഗതികേട് ഓർത്താൽ ആരാണ് ചിരിക്കാതിരിക്കുന്നത്? അതുപോലെ അവന് വന്ന അന്ത്യം ഓർത്താൽ ആരാണ് കരയാതിരിക്കുന്നത്? അവസരങ്ങൾ, നന്മയ്ക്കും അനുഗ്രഹത്തിനും അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നിട്ട് അതെല്ലാം പണസ്നേഹം കൊണ്ട് പാഴാക്കി കളഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ബിലെയാമെന്ന് പറയുന്നത്. ദൈവജനത്തിനെതിരെ പണത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ബിലെയാമിന് തോന്നി എന്നുള്ളതാണ്. ദൈവം തടഞ്ഞതിനെ അതിജീവിക്കുവാൻ അവൻ തൻ്റെ സൂത്രബുദ്ധി ഉപയോഗിച്ചു. എന്നാൽ ദൈവം വക്രനെ അവൻ്റെ വക്രതയിൽ പിടിക്കുന്നവനാണ്. അങ്ങനെ ദൈവം ബിലെയാമിനെയും പിടികൂടി. ബിലെയാം പറഞ്ഞ ഒരു പ്രസ്താവന വളരെ നല്ല പ്രസ്താവനയാണ്. ഒരു ഭക്തൻ മരിക്കും പോലെ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അതായിരുന്നു ബിലെയാമിൻ്റെ പ്രാർത്ഥന. ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്, ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ എനിക്കും മരിക്കണം. ഭക്തൻ ജീവിക്കുന്നത് പോലെ ജീവിക്കാത്തവൻ എങ്ങനെയാണ് ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കുവാൻ കഴിയുന്നത്? ജീവിതത്തിൻ്റെ അന്ത്യമല്ലേ മരണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഭക്തൻ ജീവിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ജീവിക്കണം. ഇസ്രായേൽ മക്കൾ ബിലെയാമിനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. മിദ്യാന്യരോട് പ്രതികാരം ചെയ്യുവാൻ ദൈവം ഇസ്രായേലിന് കൽപ്പന നൽകി. അങ്ങനെ കൽപ്പന നൽകിയപ്പോൾ ബിലെയാം മിദ്യാന്യരോടുകൂടെ ഉണ്ടായിരുന്നു. മിദ്യാന്യ സൈന്യത്തിൻ്റെ ചാപ്ലൈനായിരുന്നു ബിലെയാമെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അവർക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീക പ്രചോദനം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുന്ന ഒരു ദൈവദാസനായിട്ടാണ് ബിലെയാം അവരുടെ ഇടയിൽ ഇരുന്നത് എന്ന് വേണം നമുക്കത്. അങ്ങനെയൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം അവരോടുകൂടെ കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവരോടുകൂടെ ഇവനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. ബിലെയാം ഒരു പട്ടാളക്കാരനായിരിക്കുകയില്ല. മിക്കവാറും അവരുടെ ആത്മീയ കാര്യങ്ങൾ, ഉപദേശങ്ങൾ, ദൈവിക ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരാളാണ്. ദ്രവ്യാഗ്രഹികൾ ഏത് കൂലിപ്പട്ടാളത്തിലും ചേരും. കാരണം അവർക്ക് കാശെന്നുള്ളതാണ് അവർക്ക് വേണ്ടത്. ഇസ്രായേൽ മക്കളെ ചതിയിൽപ്പെടുത്തി നശിപ്പിക്കുവാനായിട്ടാണ് ബിലെയാം ശ്രമിച്ചത്. ദൈവം ഇസ്രായേലിനെ ശപിക്കുവാനായിട്ട് ബിലെയാമിനെ അനുവദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ തന്ത്രങ്ങൾ മാറി നോക്കി. താൻ ഓരോരോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഇസ്രായേലിനെ ശപിക്കാനായിട്ട് ശ്രമിച്ചു. അവസാനം അതൊന്നും നടക്കില്ലെന്ന് കണ്ടപ്പോൾ ബാലാക്കിൻ്റെ കയ്യിലിരിക്കുന്ന ചാക്കുകെട്ടുകൾ നോക്കിയപ്പോൾ നിറച്ച് സ്വർണവും വെള്ളിയുമാണ്. ഈ ചാക്കുകെട്ട് കിട്ടണമെങ്കിൽ ഇസ്രായേലിനെ ശപിച്ചെങ്കിലേ സാധിക്കൂ. ഒട്ട് ഇസ്രായേലിനെ ശപിക്കാൻ ദൈവം സമ്മതിക്കുകയുമില്ല. ഒരു വല്ലാത്ത വിഷമസ്ഥിതിയിലായി. അതെ, ആഗ്രഹിക്കുന്ന പണം ഒട്ട് കിട്ടാനും സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, ബാലാക്ക് ആഗ്രഹിച്ചത് ഇസ്രായേലിനെ ശപിക്കുക എന്നുള്ളതാണ്. ബിലെയാം വായ തുറന്ന് കഴിയുമ്പോൾ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് വരുന്നത്. അതാണ് എൻ്റെ കഷ്ടമെന്ന് പറയുന്നത്. ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അവനെ കൊണ്ട് ദൈവം പറയിച്ചു. ഒടുവിൽ ബാലാക്ക് ബിലെയാമിനോട് കോപിച്ചു. നിന്നെ ഞാൻ വിളിച്ചത് ഇസ്രായേലിനെ ശപിക്കാനാണ്, നീ അവനെ അനുഗ്രഹിക്കാൻ വേണം. ഇനി അനുഗ്രഹിക്കാൻ വേണ്ട, ശപിക്കാൻ വേണ്ട, പൊക്കോ, നിനക്ക് ഞാൻ പ്രതിഫലം തരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ബിലെയാമിനെ ശകാരിച്ചു. ബിലെയാമിനത് വളരെ മാനസിക സംഘർഷം ഉണ്ടാക്കി. അപ്പം ബിലെയാം വളരെ ആലോചിച്ചു, എങ്ങനെ ബാലാക്കിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങാം. ബാലാക്കിൻ്റെ കയ്യിലിരിക്കുന്ന പണം ബിലെയാമിൻ്റെ പോക്കറ്റിൽ വരണമെങ്കിൽ ബിലെയാം ഒരു കാര്യം ചെയ്തെങ്കിലേ വെക്കൂ, ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തേ വെക്കൂ. അതിനവൻ സൂത്രം കണ്ടുപിടിച്ചു. ഇസ്രായേലിൻ്റെ ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവം അവരുടെ പാളയത്തിൽ നടക്കുന്നവനാണ്. അതുകൊണ്ട് അവരുടെ പാളയങ്ങളിലെങ്ങും അശുദ്ധി പാടില്ല. ലൈംഗിക അശുദ്ധി എന്ന് പറയുന്നത് ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ അശുദ്ധികളിലൊന്നാണ്. വിഗ്രഹാരാധന, അവണ്ണത്തിന് ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളെ അമാലേക്യരുടെ വിഗ്രഹാരാധനയ്ക്കും ആ വിഗ്രഹാരാധനയോട് ചേർന്ന് അന്യദൈവന്മാരുടെ ആരാധനാക്രമങ്ങൾ ഉള്ളതുപോലെ ലൈംഗികമായ ചേഷ്ടികളും ലൈംഗികമായ പ്രവർത്തികളുമുണ്ട്. ജനം തിന്മാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ഇവിടെ കളിപ്പാൻ എന്ന് പറയുന്നത് സെക്ഷുവൽ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ലൈംഗിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ബിലെയാം പറഞ്ഞു, നോക്ക്, ഇസ്രായേലിനെ ശപിക്കണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ ദൈവം വിശുദ്ധനാണ്. അശുദ്ധി അവരുടെ പാളയത്തിൽ പാടില്ല. 10 കൽപ്പനയിൽ ഒരു ഐറ്റമാണ് വിഗ്രഹാരാധന ചെയ്യരുതെന്നുള്ളത്, മറ്റൊരു ഐറ്റമാണ് വ്യഭിചാരം ചെയ്യരുതെന്നുള്ളത്. ഇത് രണ്ടും ചെയ്യുവാൻ അവരെ കൊണ്ട് ചെയ്യിക്കുവാനായിട്ട് നിനക്ക് കഴിഞ്ഞാൽ നിനക്ക് അവരെ ജയിക്കാമെന്ന് ഉപദേശം പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ ക്ഷേത്രത്തിലെ ഉത്സവമല്ലേ വരുന്നത്, ഉത്സവത്തിന് നിങ്ങളുടെ സ്നേഹിതരായിരിക്കുന്ന ഈ ഇസ്രായേൽ മക്കളെല്ലാം ക്ഷണിക്കുക. അവരെല്ലാം ഇങ്ങനെ മരുഭൂമി താവളമടിച്ച് കിടക്കുകയാണ്. അവരെല്ലാം ക്ഷണിക്കാൻ പറഞ്ഞു.
അവരെല്ലാം ക്ഷണിക്കുക. അപ്പോൾ അവർക്ക് സന്തോഷമാണ്. ഉത്സവത്തിനൊക്കെ ക്ഷണിക്കുക എന്ന് പറയുന്നത്, കല്യാണത്തിന് ക്ഷണിക്കുക എന്ന് പറയുന്നത് പോലെ സന്തോഷകരമായൊരു കാര്യമായിട്ടാണ് അവർ പരിഗണിച്ചത്. അപ്പോൾ അവർ പോയി ക്ഷണിച്ചു. അപ്പോൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നല്ല ശാപ്പാട് കൊടുക്കുക മാത്രമല്ല, ഈ യുവാക്കന്മാരായിരിക്കുന്ന ആളുകൾക്ക് സന്തോഷിപ്പിക്കാനായിട്ട് സുന്ദരികളായിരിക്കുന്ന പെൺകുട്ടികളെയും അവരെ വസ്ത്രമൊക്കെ അണിയിച്ച് ഒരുക്കി ഈ യുവാക്കന്മാരുടെ കൂടാരങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അതിൻ്റെ ഫലമായിട്ട് ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി ദൈവത്തിൽ നിന്ന് വന്നു. ഇസ്രായേൽ മക്കൾ വലിയൊരു ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുവാനായിട്ടിടയായി. അപ്പോൾ ഇതിന് പ്രതികാരം ചെയ്യണമെന്ന് ദൈവം മോശയോട് പറഞ്ഞു. നീ നിൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മോശയെ, ബാലാക്ക് ഇസ്രായേൽ മക്കളെ വഞ്ചിച്ചതിനും അവരെ ഞാൻ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവരെ കൊണ്ട് പാപം ചെയ്യിച്ചതിനും നീ അതിന് പ്രതികാരം ചെയ്തിട്ട് മാത്രമേ നിൻ്റെ ശുശ്രൂഷ നിർത്താവൂ എന്ന് പറഞ്ഞു. അങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിനായിട്ട് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു. അപ്പോൾ ആ യുദ്ധത്തിലാണ് ബിലെയാമിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നത്. സങ്കടകരമായ കാര്യമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്ന, സത്യദൈവത്തെ അറിയുവാൻ അവസരം ഉണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് ബിലെയാം എന്ന് പറയുന്നത്. അവൻ വ്യാജ പ്രവാചകനായിരുന്നു. പണത്തിന് വേണ്ടി എന്ത് കൊള്ളിക്കരുതാഴിയും ചെയ്യുന്ന ഒരു പ്രവാചകനായിരുന്നു. പക്ഷേ അവനതിനാവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളെ ചതിയിൽപ്പെടുത്തി നശിപ്പിക്കുവാൻ ശ്രമിച്ച ബിലെയാമിന് ഇസ്രായേൽ മക്കളുടെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടുകൊണ്ട് മരിക്കേണ്ടി വന്നത് നീതിയുക്തമായിരുന്നു. ബിലെയാമിനെ പോലെ മരിക്കാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നാം സത്യസന്ധതയിലും നീതിയിലും നയിക്കേണ്ടതാണ്. പണത്തിനു വേണ്ടി സത്യത്തെ ഒരിക്കലും വിൽക്കരുത്. നീ സത്യത്തെ വിൽക്കുകയല്ല, വില കൊടുത്ത് വാങ്ങുകയാണ് വേണ്ടത് എന്നാണ് ബൈബിൾ നമ്മോട് പറയുന്നത്. അതെ, പണത്തിനു വേണ്ടി സത്യത്തെ ഒറ്റിക്കൊടുത്ത ബിലെയാമിനും 30 വെള്ളിക്കാശ് വാങ്ങി ഗുരുവിനെ ഒറ്റിക്കൊടുത്ത യൂദയ്ക്കും, ഒരു ബാബിലോന്യ അങ്കിക്കും പൊൻകട്ടിക്കും വേണ്ടി ദൈവജനത്തെ കഷ്ടത്തിലാക്കിയ ആഖാനും, പണത്തിനു വേണ്ടി ശുശ്രൂഷയെ വിറ്റുകളഞ്ഞ ഗേഹസിക്കും ഒക്കെ വന്ന അന്ത്യം വളരെ സങ്കടകരമായിരിക്കുന്ന അന്ത്യമാണ്. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എത്ര സത്യമാണ്. ബിലെയാമിനെ പോലെ ഒരുപക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങുവാൻ അവസരം കിട്ടിയതായിരിക്കും ഒരു വിജാതീയ പ്രവാചകനില്ല. വിജാതിനായിരുന്നിട്ട് കൂടെ ദൈവം അവനിലൂടെ സംസാരിച്ചു. പക്ഷേ തനിക്ക് കിട്ടിയതായിരിക്കുന്ന ഈ വിധ അനുഗ്രഹങ്ങളും പദവികളും ഒന്നും നോക്കാതെ പണത്തിനു വേണ്ടി സത്യത്തെ വലിച്ചെറിഞ്ഞ് ദൈവജനത്തെ വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചതായിരിക്കുന്ന ബിലെയാമിനെ ദൈവജനത്തിൻ്റെ വാളുകൊണ്ട് തന്നെ വെട്ടിക്കഷ്ണമാക്കിയ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതെന്താണ് നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ളത്? സത്യത്തിന് വേണ്ടി നാം നിൽക്കുക. പണത്തിനു വേണ്ടി സത്യത്തെ വിൽക്കരുത്. പണത്തിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യരുത്. കോംപ്രമൈസ് ഈസ് ഓൾവേസ് ബാഡ്. സത്യത്തിനെതിരെയാകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, സത്യം നമ്മെ വിധിക്കുകയും നാം പട്ടുപോവുകയും നമ്മുടെ കുടുംബം തന്നെ ശപിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുവാനായിട്ട് സൂക്ഷ്മതയോടെ നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.